ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ റെസിപ്പി ഓട്സ് ദോശയാണ്. ഇത് വളരെയധികം ഹെൽത്തി ആയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓട്സിൻ്റെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതിനോടൊപ്പം പച്ചക്കറികളൊക്കെ ചേർത്ത് വളരെ നല്ല രീതിയിൽ ടേസ്റ്റിയും ആരോഗ്യപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. വരും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാൻ ഈ ദോശയ്ക്കായിട്ട് 1 കപ്പ് ഇൻസ്റ്റൻറ്റ് റവ എടുത്തിട്ടുണ്ട്. ഇതൊരു തവയിലിട്ട് 4-5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓട്സ് പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ തണുക്കാനായിട്ട് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഓട്സ് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു മിക്സർ ജാറിലേക്ക് മാറ്റണം. എന്നിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കരുത്, അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. വളരെ കുറച്ച് ഒരു 2-3 സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഓട്സ് നല്ല തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത ഓട്സ് പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. അതിനോടൊപ്പം 3 ടേബിൾ സ്പൂൺ സൂചി, 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി ചേർക്കേണ്ടത് വെജിറ്റബിൾസാണ്. 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൊത്തിയരിഞ്ഞ, 3 ടേബിൾ സ്പൂൺ ഒനിയൻ, 1 സ്പൂൺ അരിഞ്ഞെടുത്ത ഇഞ്ചി, 1 സ്പൂൺ പച്ചമുളക്, അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാരറ്റ്, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂൺ ആംചൂർ പൗഡർ, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ശകലം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. വെള്ളം കൂടാൻ പാടില്ല, അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിക്കണം എന്ന് പറയുന്നത്. ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മിക്സിലേക്ക് ഞാൻ നേരത്തെ 1/4 സ്പൂൺ കായപ്പൊടി ചേർത്തു എന്ന് പറഞ്ഞിരുന്നുവല്ലോ, അത് ആവശ്യമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ തന്നെ ആംചൂർ പൗഡർ കിട്ടിയില്ലെങ്കിൽ ഒരു 1/4 സ്പൂൺ ചാട്ട് മസാല ചേർത്താലും മതി. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു 10 മുതൽ 15 മിനിറ്റ് നേരത്തേക്ക് വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. ബാറ്റർ ഇവിടെ ഏകദേശം ഒന്ന് കുതിർന്ന് ഒരു ശകലം കട്ട പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതിൽ ചേർത്ത റവ നന്നായിട്ട് കുതിർന്ന് അതിന് കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വരും. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് തയ്യാറാക്കുക. ഇനി ഒരു തവ എടുക്കുക. തവയിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം ഒരു 2 തവിയോളം മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുത്ത് പരത്തി കൊടുക്കുക. തീരെ വലിയ ദോശ ചുടണ്ട, ചെറുതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിൽ വേണം ദോശ ഉണ്ടാക്കേണ്ടത്. എന്നാലേ അതിൻ്റെ ഷേപ്പിലും ടേസ്റ്റിലുമൊക്കെ കിട്ടുകയുള്ളൂ. ഇനി ഈ ദോശ 2-3 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വേവിക്കണം. ദോശ ഒരു വശം വെന്ത് കഴിഞ്ഞു, ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ശകലം കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുക്കിംഗ് ഓയിലിന് പകരം ഗീ ഉപയോഗിക്കാവുന്നതാണ്. ഇനി മറിച്ച് കൊടുക്കണം. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒരു വശം നല്ല മുരുമുരാന്ന് നല്ല കളറിൽ വന്നിട്ടുണ്ട്. മറുവശവും നല്ല വെന്തു പാകമായി. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കി വരുന്ന ദോശയെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണകരമായ ദോശയാണ്. അത് രുചിയിലും മികച്ചതാണ്, അതുപോലെ തന്നെ ആരോഗ്യത്തിലും. അതുകൊണ്ട് എല്ലാവരും ഈ ദോശയൊക്കെ ട്രൈ ചെയ്യണം. ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ പുതിയ വ്യൂവേഴ്സ് സബ് ചെയ്ത് സപ്പോർട്ട് തരണം. അപ്പോൾ എല്ലാവരോടും ബൈ.